3 അക്കൗണ്ട് എടുത്തുകൊണ്ടും ചെയ്യാം. അതുപോലെ തന്നെ ഒരു അക്കൗണ്ട് എടുത്തുകൊണ്ട് നമുക്ക് 2 പുതിയ വ്യക്തികളെ 2 വാലറ്റ് ഹോൾഡേഴ്സിനെ സൃഷ്ടിച്ചുകൊണ്ടും ചെയ്യാം. ഞാനിത് പറഞ്ഞു വരുന്നത് സെൽഫായിട്ട് ഒരു വ്യക്തി ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ബേസ് പ്രൈസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു 130 രൂപ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1000 ദിവസം കൊണ്ട് ലഭിക്കുന്ന വരുമാനം മെയിൻ അക്കൗണ്ടിൽ 222 ദിവസം കൊണ്ട് ഇരട്ടിക്കുന്ന ഒരു പ്ലാനാണ് ഏർലി ബേർഡ് ഓഫർ. അതിന്റെ മെച്യൂരിറ്റി ടൈം 222 ദിവസം. താഴത്തെ സബ് 2 അക്കൗണ്ടിന്റെയും മെച്യൂരിറ്റി ടൈം എന്ന് പറയുന്നത് 1000 ദിവസം. അത് 20 വെച്ച് 1000 ദിവസം. ഇതാണ് ഏർലി ബേർഡിന്റെ പ്ലാൻ. ഇവിടെ 800 USDT 3 വാലറ്റിലും 800 USDT വീതം ഫാമിംഗ് ചെയ്യുന്ന ഒരു പ്ലാനാണ് ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത്. 800 USDT വെച്ച് ഫാമിംഗ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ നോർമൽ പ്ലാനിന്റെ ആ ഒരു രീതിക്ക് 1.6 USDT അഥവാ 208 രൂപയാണ് ഡെയിലി റിവാർഡ് അഥവാ പ്രോഫിറ്റ് ലഭിക്കുന്നതെങ്കിൽ നോർമൽ ഇൻവെസ്റ്റ്മെന്റിൽ അത് 1000 ദിവസം കൊണ്ട് 2,08,000 മാറുന്നു. ഇതാണ് നോർമൽ ഇൻവെസ്റ്റ്മെന്റ്. ഞാൻ ഇവിടെ പറയുന്നത് ഏർലി ബേർഡിന്റെ പ്ലാനാണ്. അങ്ങനെയാണെങ്കിൽ ഈ 800 USDT 1,04,000 രൂപ മെയിൻ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും അതേ ദിവസം തന്നെ സബ് 2 അക്കൗണ്ടിലും 800 USDT വീതം, അതായത് 1,04,000 രൂപ വീതം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്നും 0.20 ലഭിക്കുന്നത് പ്ലസ് 0.70 കൂടി ആഡ് ചെയ്ത് ടോട്ടലി മെയിൻ അക്കൗണ്ടിൽ 0.90 പ്രോഫിറ്റ് ലഭിക്കുന്നു. അതായത് ഡെയിലി ലഭിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് മെയിൻ അക്കൗണ്ടിൽ 7.2 USDT, ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ 936 രൂപയാണ് മെയിൻ അക്കൗണ്ടിൽ വരുമാനം ലഭിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ റഫറൽ മാർക്കറ്റിംഗിന്റെ പവർ നേരത്തെ എടുത്തു പറഞ്ഞു അല്ലെ. അപ്പൊ ഈ താഴത്തെ 2 വാലറ്റും കൊടുത്തവരാണ് മെയിൻ അക്കൗണ്ട് ഹോൾഡറാണ് ഈ 2 വാലറ്റും സിസ്റ്റത്തിന് നൽകിയത്. അവിടെ 800 1600 USDTയുടെ ബിസിനസ് സബ് 2 വാലറ്റിൽ നടക്കുന്നുണ്ട്. അപ്പോ ഈ വാലറ്റിൽ ആ 2 വ്യക്തികൾ വ്യക്തി വാങ്ങിക്കുന്ന വരുമാനത്തിന്റെ 20% എവിടെ ലഭിക്കും? മെയിൻ അക്കൗണ്ട് ഹോൾഡർക്ക് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ 2 അക്കൗണ്ടിലും കൂടി റഫറൽ കമ്മീഷൻ 83 രൂപ, INR 83 രൂപ റഫറൽ കമ്മീഷൻ ലഭിക്കും. അതായത് 1019 രൂപയോളം മെയിൻ അക്കൗണ്ടിൽ വരുമാനം ലഭിക്കും. അപ്പോൾ മെയിൻ ഐഡിയിൽ പെർ മന്ത് 30,570 രൂപ. ഫ്രണ്ട്സ്, ഇവിടെ ഞാൻ പറഞ്ഞു 208 രൂപ വരുമാനം ലഭിക്കുന്ന സ്ഥലത്താണ് 1019 രൂപ റഫറൽ കമ്മീഷൻ അടക്കം മെയിൻ അക്കൗണ്ടിൽ ലഭിക്കുന്നത്. പെർ മന്ത് 30,570 രൂപ. അപ്പൊ താഴത്തെ 2 വാലറ്റ് ഉണ്ടല്ലോ. ഹലോ സാർ, മൈക്കോണായിട്ടില്ല സാറേ? ഓക്കെ, ക്ലിയർ അല്ലേ സാറേ? താങ്ക് യു സാർ. അപ്പോ താഴത്തെ 2 അക്കൗണ്ട് 800 USDT അഥവാ 1,04,000 രൂപയാണ് ഇൻവെസ്റ്റ്മെന്റ് എങ്കിൽ 1.6 USDT വീതം 208 രൂപ വരുമാനം ലഭിക്കുന്നു. പെർ മന്ത് 6,240 രൂപ ഒരു വാലറ്റിൽ ലഭിക്കുന്നു. സെയിം പ്രോസസ് നെക്സ്റ്റ് വാലറ്റിൽ ലഭിക്കുന്നു. 1.6 USDT 208 രൂപ INR 6,240 രൂപ. അതായത് 2 അക്കൗണ്ട് കൂടി 12,480 രൂപ. അങ്ങനെയാണെങ്കിൽ ഈ 2 സബ് അക്കൗണ്ടും കൂടി 12,480 രൂപ. ടോട്ടലി 43,050 രൂപ ഒരു മാസം 3,26,100 രൂപ ചെലവാക്കിയ വ്യക്തിക്ക് ഈ 3 അക്കൗണ്ടിലും വരുമാനം ലഭിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? മെയിൻ അക്കൗണ്ട് 222 ദിവസം കൊണ്ട് എത്രയാവും? 1,04,000 രൂപ 2,08,000 രൂപയായി മാറും. അതുപോലെ തന്നെ സബ് വാലറ്റ് 1000 ദിവസം കൊണ്ട് 1,04,000 രൂപ 2,08,000 രൂപയാവും. ഇതാണ് സീഡ് ഫണ്ടിങ്ങിന്റെ ഈ 800 USDT, അതായത് ടോട്ടല് 2,400 USDTയുടെ പ്ലാന്. ഇതിൽ ഞാൻ പറഞ്ഞു സീഡ് ഫണ്ടിങ് എന്ന പ്രോസസ് ആദ്യം ചെയ്യണം, അതിനുശേഷമാണ് ടോക്കൺ ഫാമിങ്ങിന്റെ പ്രോസസ്സിലേക്ക് കടക്കുക. ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് ഈ 222 ദിവസം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നു അല്ലെ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ക്ലിയർ ആണ്, കറക്റ്റാണ്. നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ചെയ്യുന്നത് ബിസിനസ് ആണല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? ഏതൊരു മേഖലയിലാണെങ്കിലും റീഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുകയുള്ളൂ അല്ലെ. അല്ലാതെ പക്ഷം അതിനോട് ലിമിറ്റ് എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മളിപ്പോ എന്ത് ചെയ്യണം? ഇവിടെയും അങ്ങനെ റീഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ കോമ്പൗണ്ടിങ് എന്ന് പറയും. 3 അക്കൗണ്ടിലും സമാനമായിട്ട് തുക ഒരു ദിവസം, അതായത് 13,000 രൂപയാണ് 100 USDT ആണ് കോമ്പൗണ്ടിങ്ങിന് വേണ്ടത്. 100 3 അക്കൗണ്ട് കൂടി 300. അതേ രീതിയിൽ കോമ്പൗണ്ടിങ് ചെയ്ത് ഇതിനെ ഒരു അടിത്തറ സ്ട്രോങ് ആക്കിയാൽ, എന്നിട്ടൊന്ന്
ഒരു പവറായിട്ട് ഒരു അടിത്തറ പാകിയാൽ എന്താവും, നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ 800 USD 2400 USD കൂടെ തന്നെ പെർ മന്ത് 1 lakh ഒക്കെ ഇൻകം ലഭിക്കുന്ന ചിന്തിക്കുക. അപ്പൊ എന്ത് ചെയ്യണം, ഒരു 50,000 രൂപ നമ്മൾ എടുക്കുകയും 50,000 രൂപ റീഫാമിങ്ങിലേക്ക് കൊടുത്താൽ റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻകം, അതായത് ഇത് എട്ടത്തട്ടപ്പില്ലാതെ ഇൻകം ആ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് 3,26,100 രൂപയുടെ പ്ലാൻ. അടുത്ത ഞാൻ പറയാൻ പോകുന്നത് 10,28,100 10 lakh 10,28,100 രൂപയുടെ ഒരു പ്ലാനാണ്. ഞാനിത് INR പറഞ്ഞത് ഇവിടെ നടക്കുന്നത് ഫ്രണ്ട്സ് INR-ന്റെ ബിസിനസ് അല്ല, USD ബിസിനസ് ആണ്, PVC മെറ്റയുടെ ബിസിനസ് ആണ്. ഒരു വ്യക്തിക്ക് ക്ലാരിറ്റി, നമ്മളിപ്പോൾ INR നമ്മൾ യൂസ് ചെയ്യുന്നത്, അപ്പോൾ INR-ന്റെ കാര്യം പറഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം എമൗണ്ട് പറഞ്ഞത്. ഇവിടെ പറയാൻ പോകുന്നത് 3 വാലറ്റിലുള്ള പ്ലാൻ എന്ന് പറഞ്ഞത് 10,28,100 പ്ലാനാണ്. ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? നേരത്തെ 800 USD പ്ലാൻ ആണെങ്കിൽ ഇത് 2,600 USD പ്ലാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സമാനമായിട്ടുള്ള തുക എത്രയാണോ മെയിൻ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നത് ആ തുക തന്നെ സബ് 2 അക്കൗണ്ടിലും നിക്ഷേപിക്കുക. 2,600 USD അഥവാ 3,38,000 രൂപ മെയിൻ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും അതേ 2,600 USD 3,38,000 രൂപ സബ് 2 അക്കൗണ്ടിലും നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഈ മെയിൻ അക്കൗണ്ടിൽ 0.90 വെച്ച് സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്നും പ്രോഫിറ്റ് ലഭിക്കുന്നത് ഡെയിലി 23.4 USD അഥവാ INR 3,042 രൂപ റിവാർഡ് ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സബ് 2 അക്കൗണ്ടും ഈ മെയിൻ അക്കൗണ്ട് ഹോൾഡർ തന്നെയാണ് സിസ്റ്റത്തിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ അക്കൗണ്ടിൽ ഹോൾഡർക്ക് ലഭിക്കുന്നത് ഈ താഴെയുള്ള ബിസിനസിന്റെ 20% റഫറൽ കമ്മീഷൻ, അതായത് 2.8 USD 270 രൂപ. ഈ മെയിൻ അക്കൗണ്ടിന്റെ വരുമാനം എന്ന് പറഞ്ഞത് 3,312 രൂപ മെയിൻ അക്കൗണ്ടിൽ റിവാർഡ് ലഭിക്കുന്നു. അതായത് പെർ മന്ത് മെയിൻ ഐഡിയിൽ ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് 99,360 രൂപയാണ് ഈ മെയിൻ അക്കൗണ്ടിൽ പെർ മന്ത് ആ വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നത്. അപ്പൊ താഴത്തെ സബ് വാലറ്റോ ഫ്രണ്ട്സ്, സബ് വാലറ്റ് 3,38,000 രൂപ സബ് വാലറ്റ് ഇപ്പുറം അതേ സെയിം എമൗണ്ട് ഉണ്ട്. ഇവിടെ ലഭിക്കുന്നത് ഡെയിലി 5.2 USD അഥവാ INR 676 രൂപയാണ് റിവാർഡ് ലഭിക്കുന്നത്. ഇത് ഇങ്ങനെ റിവാർഡ് ലഭിച്ചുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? 1000 ദിവസം കൊണ്ട് 3,38,000 രൂപ 6,76,000 രൂപയായി വർദ്ധിക്കുന്നു. സെയിം പ്രോസസ് ഒരു അക്കൗണ്ടിലാണെങ്കിൽ അടുത്ത അക്കൗണ്ടിലും അതേ രീതിയിൽ നടക്കുന്നു. ഇവിടെ മെയിൻ അക്കൗണ്ട് 222 ദിവസം കൊണ്ട് 90 ലഭിക്കുന്ന അക്കൗണ്ട് 222 ദിവസം കൊണ്ട് 6,76,000 രൂപയായി മാറുന്നു. സബ് 2 അക്കൗണ്ടും ഒരു അക്കൗണ്ട് 1000 ദിവസം കൊണ്ട് 6,76,000 മാറുന്നു. നെക്സ്റ്റ് അപ്പോഴത്തെ അക്കൗണ്ടും അതേ പ്രോസസ്സ് നടക്കുന്നു. അപ്പോൾ പെർ മന്ത് ഈ 3 വാലറ്റിലും കൂടി ആ വ്യക്തിക്ക് ലഭിക്കുന്നത് 99,360 പ്ലസ് 40,560 ടോട്ടലി 1,39,920 രൂപ 100% സിസ്റ്റം റിവാർഡ് നൽകുന്നു. ഇവിടെ 100% ഞാനിപ്പോൾ എടുത്തു പറഞ്ഞൊരു വേർഡ് അല്ലേ, ആ വേർഡ് ഞാൻ ഉപയോഗിക്കാൻ കാരണം സിസ്റ്റം ആദ്യം 85% മാത്രമായിരുന്നു പ്രോഫിറ്റ് നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്നും 100% നമ്മുടെ വാലറ്റിലേക്ക് സിസ്റ്റം പ്രോഫിറ്റ് നൽകുന്നുണ്ട്. ഞാൻ ഈ പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. സിസ്റ്റം ഏതെങ്കിലും ഒരു അവസരത്തിൽ വീണ്ടും 10% 15% കരുതൽ ധനമായി മാറ്റിവെച്ചാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. മുമ്പ് അങ്ങനെ തന്നിട്ടില്ലേ, പിന്നീട് അങ്ങനെ തരണമെന്ന് നിങ്ങളെ ഈ സിസ്റ്റം പരിചയപ്പെടുത്തിയ വ്യക്തിയെ ഒരിക്കലും നിങ്ങൾ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ സംസാരിക്കുന്നത്. സിസ്റ്റം എന്താണോ പറയുന്നത് നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പൊ നമുക്കിപ്പോൾ 100% തരുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. 80% അല്ല 85% 90% അത് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ 1,39,920 രൂപ 100% ലഭിക്കുന്നു. ഇതിന്റെ 85% ആണെങ്കിൽ ഫ്രണ്ട്സ് എന്നാലും നല്ല വരുമാനം 1,18,932 ലഭിക്കുക. അപ്പോൾ ഇതിന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് സീഡ് ഫണ്ടിങ് ചെയ്യാൻ 14,100 രൂപ സീഡ് ഫണ്ടിങ് എന്ന പ്രോസസ് 3 അക്കൗണ്ടിലും, അതുപോലെ തന്നെ ടോക്കൺ ഫാമിങ്ങിന് 10,14,000 രൂപ. ടോട്ടലി ഇൻവെസ്റ്റ്മെന്റ് 3 വാലറ്റും കൂടി 10,28,100. പിന്നെ ഞാൻ ഇത് പറയുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ഫ്രണ്ട്സ്, അതായത്
കാലാകാലമായിട്ട് നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ഇടതടവില്ലാതെ വരുമാനം ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ 1,39,000 ലഭിക്കുന്നതെങ്കിൽ പകുതിയെങ്കിലും ഫ്രണ്ട്സ് നിങ്ങൾ റീഇൻവെസ്റ്റ്മെന്റിലേക്ക് കൊടുക്കൂ. അതായത് 3 അക്കൗണ്ടിലും തുല്യമായിട്ടുള്ള എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റലിനെ വർദ്ധിച്ചുകൊണ്ട് റെഗുലർ ആയിട്ടുള്ള ഇൻകം കാലാകാലം എത്ര കാലമാണോ സിസ്റ്റം ഏർലി ബേർഡ് ഓഫർ എന്ന ആ ഒരു പ്രോസസ് തുടർന്നിട്ട് ആ കാലത്തോളം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് കുറച്ചുകൂടി വലിയൊരു എമൗണ്ട് ആണ്. അതുകൂടി ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇതിന്റെ പ്ലാൻ എന്ന് പറയുന്നത് 15,35,100. കാരണം ഇത് പറയുമ്പോൾ ആരും ഭയപ്പെടണ്ട. ഇത് ഇപ്പം തീർച്ചയായിട്ടും മിക്ക ആൾക്കാരും ഇത് ഈ ഒരു രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തുടങ്ങി. കാരണം രക്ഷപ്പെടാനുള്ള ഒരു ഓപ്ഷനാണ് ശരിക്കും ഇവിടെ ലഭിച്ചിരിക്കുന്നത്. റിസ്ക് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ എമൗണ്ട് റിസ്ക് തന്നെയാണ്, അല്ല നീ ഒരിക്കലും പറയില്ല. പുതിയൊരു ക്ലയന്റിനെ സംബന്ധിച്ചോ റിസ്ക് ആണ്. പക്ഷെങ്കിൽ റിസ്ക് എടുക്കാൻ തയ്യാറായവർക്ക് മാത്രമാണ് വിജയം ഉണ്ടായിരിക്കുക. ഒരു സംശയം ഉണ്ടാക്കരുത്. നമ്മുടെ ഒരു തുക പോലും 10 വർഷമായിട്ട് പേൾവിൻ ഇന്റർനാഷണലോട് നഷ്ടപ്പെടുന്ന ഒരാൾക്കും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ജെന്യൂൻ ആയിട്ട് സിസ്റ്റം. അതുകൊണ്ടാണ് പറഞ്ഞാൽ റിസ്ക് എടുത്താൽ രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് 3,900 USDT INR 5,07,000 രൂപ മെയിൻ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും അതേ ദിവസം തന്നെ സബ് 2 അക്കൗണ്ടിൽ 3,900 USDT ഒരു അക്കൗണ്ടിൽ അഥവാ 5,07,000 രൂപ, അതേപോലെ തന്നെ സബ് അക്കൗണ്ടിൽ 3,900 USDT 5,07,000 രൂപ. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ സംഭവിക്കുന്നത് മെയിൻ അക്കൗണ്ടിൽ 90 വെച്ച് സിസ്റ്റത്തിന്റെ ഭാഗത്ത് വരുമാനം ലഭിക്കും. ഞാൻ റിപ്പീറ്റ് ചെയ്യണ്ടല്ല, 2 പ്രാവശ്യം പറഞ്ഞുള്ളത്. ഫ്രണ്ട്സ്, ഇവിടെ നോർമലി ഒരു ഇൻവെസ്റ്റ്മെന്റ് 5,07,000 ആണ് ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഡെയിലി 1,014 രൂപ വെച്ചാണ് ആ വ്യക്തിക്ക് സിസ്റ്റം റിവാർഡ് നൽകുന്നത്. 1,014 രൂപ വെച്ച് റിവാർഡ് നൽകി അത് 5,07,000 ആണെങ്കിൽ ഞാൻ നേരത്തെ പ്ലാൻ പറഞ്ഞു നോർമൽ ഇൻവെസ്റ്റ്മെന്റിന്റെ 1000 ദിവസം കൊണ്ട് 10,14,000 മാറുന്നു. അതാണ് നോർമൽ. ഇവിടെ വലിയൊരു ഹ്യൂജ് എമൗണ്ട്, അതായത് 15,35,100 സീഡ് ഫണ്ടിങ്ങിന് ഞാൻ പറയുന്നു, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, 14,200 ടോക്കൺ ഫാമിങ്ങിന് 3 അക്കൗണ്ടിലും 3,900 USDT വെച്ച് 15,21,100 രൂപ ടോക്കൺ ഫാമിങ്ങിന് നൽകണം. അങ്ങനെയാണെങ്കിൽ മെയിൻ അക്കൗണ്ടിൽ 90 വെച്ച് ഡെയിലി വരുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 35.1 USDT അഥവാ INR 4,563 രൂപ വരുമാനം ലഭിക്കുന്നു. ഇവിടെ 1,014 രൂപ വരുമാനം ലഭിച്ച സ്ഥലത്താണ് 4,563 വരുമാനം ലഭിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറയുന്നു, ഈ താഴത്തെ 2 വാലറ്റ് സിസ്റ്റത്തിന് നൽകിയിട്ടുണ്ടല്ലോ. സിസ്റ്റത്തിന് നൽകിയോണ്ട് എന്താവും? റഫറൽ കമ്മീഷൻ, ഈ 2 വ്യക്തികളും വായിക്കുന്ന റഫറൽ കമ്മീഷൻ അഥവാ 3.12 USDT 20%, അതായത് INR 405 രൂപ അഡീഷണൽ ആയിട്ട് പെർ ഡേ റിവാർഡ് റഫറൽ കമ്മീഷൻ നൽകുന്നു. അങ്ങനെയാണെങ്കിൽ 4,563 പ്ലസ് 405 4,968 5000 ഏകദേശം ഒരു 5000 അടുപ്പിച്ചിട്ട് മെയിൻ അക്കൗണ്ടിൽ സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്ന് വരുമാനം ലഭിക്കുന്നു. മെയിൻ ഐഡിയിൽ പെർ മന്ത് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് 1,49,040 രൂപ മെയിൻ അക്കൗണ്ടിൽ സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്ന് വരുമാനം ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 വാലറ്റ് അഡീഷണൽ ആയിട്ട് താഴെ ഉണ്ടല്ലോ, സിസ്റ്റത്തിന് നൽകിയിട്ടുണ്ടല്ലോ അല്ലെ? ആ താഴത്തെ അക്കൗണ്ടിൽ ഞാൻ പറഞ്ഞു 0.20 വെച്ചാണ് ഡെയിലി റിവാർഡ് ലഭിക്കുന്നത്. അഥവാ ഡെയിലി 7 USDT ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ INR 1,014 രൂപ ഒരു വാലറ്റിൽ സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്ന് വരുമാനം നൽകുന്നു. പെർ മന്ത് 30,420 രൂപ ഒരു മാസം വരുമാനം ലഭിക്കുന്നു. ഈ വരുമാനം 1000 ദിവസം കൊണ്ട് എന്ത് സംഭവിക്കുന്നു? 10,14,000 രൂപയായി മാറുന്നു. ഇതേ പ്രോസസ് എന്ത് സംഭവിക്കുന്നുണ്ട്? നെക്സ്റ്റ് അക്കൗണ്ട് ഉണ്ട്, അടുത്ത വാലറ്റ് ഉണ്ട്. ആ രണ്ടാമത്തെ വാലറ്റിലും ഇതേ പ്രോസസ് തുടരുന്നു. 7.8 USDT അഥവാ INR 1,014 രൂപ പെർ മന്ത് 30,420 രൂപ. ടോട്ടലി മെയിൻ അക്കൗണ്ടിൽ 1,49,040 രൂപ ലഭിക്കുന്നു. പ്ലസ് സബ് 2 വാലറ്റിലും കൂടി 60,840 രൂപ വരുമാനം ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 15,35,100 രൂപ ചെലവഴിക്കുന്ന വ്യക്തിക്ക് സിസ്റ്റത്തിന്റെ ഭാഗത്തു നിന്നും 2,09,850 രൂപ 100% സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്ന് വരുമാനം ലഭിക്കുന്നു അല്ലേ? ഇങ്ങനെ ഒരു 5 പ്രാവശ്യം ലഭിച്ചാൽ തന്നെ ഫ്രണ്ട്സ് എന്താവും? 10 ലക്ഷം ആയില്ലേ? ആലോചിച്ച് നോക്കറ. അങ്ങനെ ഒരു കോമ്പൗണ്ടിങ്, പവർ ഓഫ് കോമ്പൗണ്ടിങ് ചെയ്താൽ എന്തായിരിക്കും ഈ എമൗണ്ട്? ഇത് എവിടെ എത്തും ഇത് ശരിക്കും? അപ്പോ 3 അക്കൗണ്ടിലും കൂടി ആ വ്യക്തിക്ക് 2,09,800 രൂപ സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്ന് വരുമാനം നൽകുന്നു. ഇത്
ഒരു 85% സിസ്റ്റം കുറച്ച് മുമ്പേ ഒക്കെ കൊടുത്ത പോലെ 85% ഫ്രണ്ട്സ് 1,78,398 രൂപ സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്ന് വരുമാനം ലഭിക്കുന്നു. ഇതേ രീതിയിലേക്ക് ഇനി 15% വീണ്ടും കടന്നാൽ ഫ്രണ്ട്സ് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളിപ്പം നിങ്ങളുടെ ആരാണോ നിങ്ങൾക്ക് പിന്നെ പ്രോഫിറ്റ് നൽകുന്നത് ആ വ്യക്തിയോട് ഒരിക്കലും നമ്മൾ എന്താ പറയുക അങ്ങനെ മലയാളത്തിൽ ചൂടാകാനോ കാര്യമോ പാടില്ല. കാരണം ഇതൊരു സിസ്റ്റമാണ്. ഇതിപ്പം ഇവൻ അശോകൻ സാറോ മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളോ കൊണ്ടുവന്ന സിസ്റ്റം അല്ല. സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്ന് മാറ്റം വരുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. ഞാനൊക്കെ ചെയ്ത